രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധ 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 മറന്നിട്ടും മറക്കാത്ത രാധ. മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ 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 മറന്നിട്ടും മറക്കാത്ത രാധ. മറന്നിട്ടും മറക്കാത്ത രാധ. രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ 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 ഓ രാധേ 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 ഓ രാധേ രാധേ. രാധേ രാധേ എന്ന ചാനലിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ അവതരിപ്പിക്കാൻ പോകുന്നത് അഷ്ടപദിയാണ്. അഷ്ടപദിയുടെ 6ാമത്തെ സർഗമാണ്, 12ാമത്തെ അധ്യായമാണ്, 8ാമത്തെ ശ്ലോകമാണ് ഞാൻ പഠിപ്പിക്കാനായി പോകുന്നത്. ഇതിനു മുമ്പുള്ളത് വേണമെന്ന് താല്പര്യമുള്ളവർ പ്ലേലിസ്റ്റ് എടുത്താൽ മതി. പുതിയതായി സബ്സ്ക്രൈബ് ചെയ്യുന്നവർ എല്ലാ തിങ്കളാഴ്ചയും 12 മണിക്ക് നാരായണീയം കിട്ടും. എല്ലാ ചൊവ്വാഴ്ചയും നിങ്ങൾക്ക് രാധ, കൃഷ്ണൻ്റെ കാമുകിയായ രാധയുടെ പ്രണയം ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരാൾ അടുക്കിന് പറയുന്നത്. 95 എപ്പിസോഡ് കഴിഞ്ഞു. പുതിയതായി സബ്സ്ക്രൈബ് ചെയ്തവർ ഇത് 95 തൊട്ട് കേട്ട് തുടങ്ങുക. പിന്നെ നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ മാത്രം നിങ്ങൾ എങ്ങോട്ട് നോക്കുക, ബാക്കിലേക്ക് നിങ്ങൾ 1 തൊട്ട് കേൾക്കുക. അതേ കണക്ക് തന്നെ ബുധനാഴ്ച ശ്രീബുദ്ധൻ്റെ കഥകളാണ്. വ്യാഴാഴ്ചയാണ് അഷ്ടപദിയുടെ ക്ലാസ്. വെള്ളിയാഴ്ചയാണ് ഏറ്റവും പ്രധാനം മോക്ഷം എങ്ങനെ കിട്ടണം എന്നുള്ള ധർമ്മപദം. ശ്രീബുദ്ധൻ എഴുതിയ, കൃഷ്ണൻ്റെ അവതാരമായ ശ്രീബുദ്ധൻ എഴുതിയ ധർമ്മപദമാണ്. ധർമ്മപദത്തിലൂടെയാണ് മോക്ഷം കിട്ടുന്നത്. നിശ്ചയമായി കണ്ടിരിക്കണം. മോക്ഷം കിട്ടാൻ ആഗ്രഹിക്കുന്നവർ വെള്ളിയാഴ്ചത്തെ ധർമ്മപദവും അതോടൊപ്പം പ്ലേലിസ്റ്റ് എടുത്താൽ അഷ്ടാവക്ര ഗീതയുണ്ട്, അതും കാണണം. ഇംഗ്ലീഷ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നവർക്കെല്ലാം ഇതിനകത്ത് ഏതാണ്ട് 10-15 വീഡിയോ വരെ ഞാൻ ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്. അപ്പം നിങ്ങൾ അത് കാണുക. പിന്നെ കൊല്ലം, തിരുവനന്തപുരം ഏരിയയിലുള്ളവർക്ക്
പിന്നെ ഒരുപാട് പേര് എൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്. അവർക്ക് ഇവിടെ വന്ന് എൻ്റെ അടുത്ത് ചേർന്ന് പഠിക്കാം. വടകര, കാസർഗോഡൊക്കെ ഉള്ളവർക്ക് ഇവിടെ സ്റ്റേ ചെയ്യാനുള്ള സൗകര്യങ്ങൾ വരെ ഉണ്ട്. നിങ്ങൾക്ക് എൻ്റെ അടുത്ത് വന്ന് പഠിക്കാവുന്നതാണ്. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിനെ ആശ്രയിച്ചാൽ മതി. പിന്നെ പുതിയ ബാച്ച് എന്ന് തുടങ്ങും എന്ന് ചോദിച്ച് എല്ലാവരും ചോദിക്കുന്നു. ഞാൻ ഡിസംബർ 4-ന് പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. അതോടൊപ്പം തന്നെ ഇതിനകത്ത് ജ്യോതിഷമുണ്ട്. ഓരോ മാസത്തിൽ ജനിച്ചവരുടെ ഫലങ്ങൾ, ഓരോ നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഫലങ്ങൾ നിങ്ങളത് കേൾക്കുക. കേട്ട് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ജ്യോതിഷപരമായി എന്ത് സംശയത്തിനും എൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. 9645333999. നിങ്ങൾക്ക് എന്നെ ബന്ധപ്പെടാവുന്നതാണ്. തികച്ചും സൗജന്യമാണ്. അതിനാരുടെ കയ്യിൽ നിന്നും നമ്മൾ പണം സ്വീകരിക്കുന്നത് അല്ല. അതേ കണക്ക് തന്നെ ഒരിടത്തൊരിടത്തൊരു അച്ഛനുണ്ടായിരുന്നു എന്ന വീഡിയോ കേൾക്കണം. പ്രണയം എങ്ങനെ സഫലമാക്കാം. അത് പ്രണയിക്കുന്നവർ മാത്രമല്ല, പെൺമക്കൾ, പ്രത്യേകിച്ച് ദൂരെ പഠിക്കുന്ന പെൺമക്കളുള്ള എല്ലാ അച്ഛനമ്മമാരും. പിന്നെ ബുദ്ധൻ്റെ കഥയുണ്ട്. അതേ കണക്ക് പിന്നെ ബുദ്ധൻ്റെ ഭക്ത മീരയുടെ കഥയുണ്ട്. ഹിന്ദുക്കൾ അറിയേണ്ടവ നിങ്ങൾ നിശ്ചയമായും കേൾക്കണം. പ്രത്യേകിച്ചും ഈ അഷ്ടപതി വീഡിയോ കാണുന്നവർ ഹിന്ദുക്കൾ അറിയേണ്ടവയിൽ നമ്മൾ ഗണപതിയെക്കുറിച്ചും ശിവലിംഗത്തെക്കുറിച്ചും ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വളരെ വ്യക്തമായിട്ട് നിങ്ങളത് കേൾക്കേണ്ടതാണ്. അതേ കണക്ക് ഹേയ് അച്ഛ പ്ലീസ് മകളെ ഒന്ന് കെട്ടിപ്പിടിക്കൂ. നിശ്ചയമായും നിങ്ങൾ ആ വീഡിയോ കണ്ടിരിക്കണം. അപ്പം നമുക്ക് തുടങ്ങാം. ഓം രാധായേ സ്വാഹ. ഓം ശ്രീ രാധാകൃഷ്ണായ നമഃ. ഓം രാധായേ സ്വാഹ. ഓം രാധായേ സ്വാഹ. രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ രാധേ. ബർസാനെ വാലി രാധാറാണി കി ജയ്. എൻ്റെ മാതാവ് രാധാറാണി കി ജയ്. എനിക്ക് സർവ്വ ഐശ്വര്യങ്ങളും വാരിക്കോരി തരുന്ന എൻ്റെ പൊന്ന് രാധാറാണി അമ്മക്ക് ജയ്. എനിക്ക് രോഗങ്ങൾ വരാതെ കാത്തുരക്ഷിക്കുന്ന രാധാറാണി അമ്മക്ക് ജയ്. എനിക്ക് അഷ്ടപതി 65 എപ്പിസോഡ് പൂർത്തിയാക്കാൻ ആയുസ്സും ആരോഗ്യവും നൽകിയ എൻ്റെ പൊന്ന് രാധാറാണി അമ്മക്ക് ജയ്. അപ്പോൾ നമ്മൾ അഷ്ടപതിയുടെ ക്ലാസ് തുടങ്ങാം. അതിനു മുമ്പ് ഇന്നത്തെ അഷ്ടപതി പാടുന്നത് നിങ്ങൾക്ക് സുപരിചിതയായ റിജിനയാണ് നിങ്ങൾക്കിത് പാടുന്നത്. കണ്ണൂരുള്ള. ഇതിനു മുമ്പും വളരെ മനോഹരമായി അഷ്ടപതി പാടിത്തന്നിട്ടുള്ള ആളാണ് റിജിന. ആ റിജിനയുടെ അഷ്ടപതി ആലാപനം നിങ്ങൾ കേട്ടുകൊള്ളൂ. അതിനുശേഷം ഞാനത് പഠിപ്പിക്കുന്നതായിരിക്കും. ശ്രീ ജയദേവ കവേരിതമുദിതം രസികജനം തനു താമതിമുദിതം നാഥ ഹരേ കൃഷ്ണ സീതതി രാധ വാസഗൃഹേ കൃഷ്ണ വാസഗൃഹേ. അപ്പോൾ നമ്മുടെ റിജിന വളരെ മനോഹരമായിട്ട് അഷ്ടപതി പാടിയത് നിങ്ങൾ കേട്ടിരിക്കുമല്ലോ. കേട്ടോളൂ. ശ്രീ ജയദേവ കവേരിത മുദിതം രസികജനം തനു താമതി മുദിതം. ശ്രീ ജയദേവ കവേ. ശ്രീ ജയദേവ കവി, അതായത് കവേ അധികം ഉദിതം. അപ്പൊ ശ്രീ ജയദേവ കവേരിതം ഉദിതം. ശ്രീ ജയദേവ കവിയാൽ പറയപ്പെടുന്ന എന്നാണ് അർത്ഥം. അപ്പൊ നിങ്ങൾ എഴുതി വെച്ചോളൂ. കവേ, കവേ സമം കവി, കവി. ഉദിതം, ഉദിതം സമം പറയുന്നു, ഉദിതം പറയുന്നു. ശ്രീ ജയദേവ കവേരിതം ഉദിതം, അത്ര എഴുതണം. മൂന്നാമത്തേത് ശ്രീ ജയദേവ കവേരിതം ഉദിതം. അപ്പൊ അർത്ഥം എഴുതണം. ശ്രീ ജയദേവ കവിയാൽ പറയപ്പെടുന്നു. ശ്രീ ജയദേവ കവിയാൽ പറയപ്പെടുന്നു. രസിക, രസിക വിദഗ്ധൻ എന്നാണ് അർത്ഥം. നമ്മുടെ രസികനല്ല, വിദഗ്ധൻ.
തനുതാം അവതരിപ്പിക്കുന്നു, പറയുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. റെൻറ്റർ എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ പറയും, അവതരിപ്പിക്കുന്നു. അതി എന്ന് പറഞ്ഞാൽ വളരെയധികം. അതി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? വളരെ അധികം. മുദിതം എന്ന് പറഞ്ഞാൽ ആനന്ദിപ്പിക്കുക. ഉദിതം ആനന്ദിപ്പിക്കുക. അപ്പോൾ ഈ വരിയുടെ അർത്ഥം ഞാൻ പറഞ്ഞു തരാം. വളരെ ചെറിയ അർത്ഥമാണ്, പക്ഷേ ഒരുപാട് വലിയ അർത്ഥങ്ങൾ ഒളിപ്പിച്ചു വച്ചിരിക്കുന്നതാണ്. ശ്രീ ജയദേവ മഹാകവി എഴുതിയ ശൃംഗാരഭക്തി രസപ്രദമായ ഈ അഷ്ടപതി ശൃംഗാരഭക്തി ഇഷ്ടപ്പെടുന്ന എല്ലാ ജനങ്ങളെയും സന്തോഷിപ്പിക്കട്ടെ. അവർക്കെല്ലാ അനുഗ്രഹങ്ങളും സാക്ഷാൽ ശ്രീ ഗുരുവായൂരപ്പൻ നൽകട്ടെ. ഇതാണ് ഇതിൻ്റെ അർത്ഥം. അപ്പോൾ ശ്ലോകത്തിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ. ശ്രീ ജയദേവ കവി എഴുതിയ ശൃംഗാരഭക്തി രസം നിറഞ്ഞ അഷ്ടപതി. അപ്പൊ താൻ എഴുതുന്ന അഷ്ടപതി ശൃംഗാരഭക്തിയാണെന്ന് കവി തന്നെ തുറന്നു പറയുകയാണ്. ഇത് ശൃംഗാരഭക്തി ഇഷ്ടപ്പെടുന്ന, അപ്പോൾ ഭഗവാന്റെ ശൃംഗാരഭക്തി ഇഷ്ടപ്പെടുന്നവരാണ് നല്ലൊരു പങ്ക് ഹിന്ദുക്കളും എന്ന് മനസ്സിലാക്കുക. ആ ജനങ്ങളെ സന്തോഷിക്കട്ടെ, കൃഷ്ണൻ അവരെ അനുഗ്രഹിക്കട്ടെ. ഇവിടെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ജയദേവ കവി പറയുകയാണ് ശൃംഗാരഭക്തി, അതായത് ഇന്ന് ഉള്ള മതങ്ങളിൽ ഹിന്ദുക്കൾക്ക് മാത്രമുള്ള ഏറ്റവും വലിയ രണ്ട് പ്രത്യേകതകളുണ്ട്. ഭക്തിമാർഗത്തിൽ രണ്ട് കാര്യം അവർ അവലംബിക്കുന്നത് മറ്റാർക്കും ഇല്ല. അതിൽ ഒന്ന് ശൃംഗാരഭക്തി, രണ്ട് വിപരീത ഭക്തി. ഇത് രണ്ടെണ്ണമാണ് ഇവർക്ക് ഉള്ളത്. അപ്പൊ ശൃംഗാരഭക്തിയാണ് ഇതിനകത്ത് പ്രധാനം. അതുകൊണ്ട് ഞാൻ വിപരീത ഭക്തി പറഞ്ഞു തരാം. കാരണം കവി പറയുന്നത് ശൃംഗാരഭക്തി. വിപരീത ഭക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിന്ദുക്കൾ പറയുന്നത് നമ്മുടെ നല്ല സകല മതത്തിൻ്റെയും പ്രാർത്ഥന ഭഗവാനെ പുകഴ്ത്തിക്കൊണ്ടുള്ളതാണ്. സകല മതത്തിൻ്റെയും പ്രാർത്ഥന. അങ്ങനെ പുകഴ്ത്തലിൽ വീഴാൻ തക്കവണ്ണം മനുഷ്യനെ പോലെ മണ്ടനല്ല ഭഗവാൻ എന്ന് പറയുന്നത്. ഭഗവാൻ എപ്പോഴും നോക്കുന്നത് തന്നെ ആരാണോ സ്മരിക്കുന്നത്, തൻ്റെ നാമം ആരാണോ വിചാരിക്കുന്നത്, അവരാണ് ഭഗവാന്റെ ഭക്തനെന്ന് പറയുന്നത്. അതുകൊണ്ട് ഭക്തിമാർഗത്തിൽ വളരെ എളുപ്പമുള്ള ഒന്നാണ് വിപരീത ഭക്തി. അതാണ് വിപരീത ഭക്തിക്ക് ഉദാഹരണമാണ് കംസൻ. കംസന് കൃഷ്ണനെ കണ്ടുകൂടാ. ജനിച്ചപ്പോൾ മുതലേ കൃഷ്ണൻ തന്നെ വധിക്കാൻ ശ്രമിക്കുന്നവനാണ്, അതിനായി ജനിച്ചവനാണ്. അപ്പൊ ഇരുട്ട വെളുക്കെ കംസന്റെ മനസ്സിൽ കൃഷ്ണനാണ് നിറഞ്ഞു നിൽക്കുന്നത്. പക്ഷെ അത് ഭക്തജനങ്ങളുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നത് പോലെ അല്ല. ഇപ്പൊ ഉദാഹരണമായിട്ട് നിങ്ങളെ ഒരുത്തൻ വന്ന് കരടക്കുറ്റിക്കര അടി തരുന്നു, പിന്നെ അന്നത്തെ ദിവസം മുഴുവനും നിങ്ങളുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നത് ആ അടിച്ചവനാണ്. അവനെ തിരിച്ചടിക്കണം. നിങ്ങൾ 10 പേരെടുത്ത് ഇവനെ കുറിച്ച് പറയും, അവൻ വന്ന് ഇങ്ങനെ ചെയ്തടേ, വിടത്തില്ലടേ, അവൻ്റെ മുട്ടടിച്ചൊടിക്കും. അന്ന് രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോഴും ഒക്കെ നിങ്ങളുടെ കരണക്കുറ്റിക്ക് അടിച്ചവൻ്റെ ചിന്തയാണ് മനസ്സിൽ. അതുപോലെ കംസന് കൃഷ്ണനെ കൊല്ലണം എന്ന ആഗ്രഹമുണ്ട്. അതുകൊണ്ട് ഇരുട്ട വെളുക്കെ കംസന്റെ മനസ്സിൽ കൃഷ്ണനാണ് നിറഞ്ഞു നിൽക്കുന്നത്. അതുകൊണ്ടാണ് ആ കംസന് മോക്ഷം ലഭിക്കുന്നത്. കൃഷ്ണനെ കൊല്ലാൻ ആഗ്രഹിക്കുന്ന സകല അസുരന്മാർക്കും കൃഷ്ണൻ മോക്ഷം നൽകുകയാണ്. എന്തുകൊണ്ട്? കൊല്ലാൻ വരുമ്പോൾ അവരുടെ മനസ്സ് നിറയെ കൃഷ്ണനാണ്, കൃഷ്ണനുമായി പോരാടുകയാണ്, കൃഷ്ണനെ വധിക്കാൻ ശ്രമിക്കുകയാണ്. അപ്പൊ കൃഷ്ണനെ മനസ്സിൽ നനച്ചിട്ടാണ് ഈ അസുരന്മാര് മരിച്ചു വീഴുന്നത്. അതുകൊണ്ട് അവർക്ക് മോക്ഷം. ഇതിനെയാണ് ഞങ്ങൾ വിപരീത ഭക്തി എന്ന് പറയുന്നത്. ഭഗവാനെ പുകഴ്ത്തിയാൽ മാത്രമല്ല, ഇകഴ്ത്തിയാലും ദൈവം അനുഗ്രഹിക്കും. കാരണം പുകഴ്ത്തലും ഇകഴ്ത്തലും ബാധിക്കാത്ത ആളിൻ്റെ പേരാണ് ഈശ്വരൻ. ഇനി രണ്ടാമത്തെ ഭക്തിയാണ് ശൃംഗാരഭക്തി എന്ന് പറയുന്നത്. വളരെ ശ്രദ്ധിച്ചു കേൾക്കുക. ശൃംഗാരം എന്ന് പറയുന്നത് ഹിന്ദുക്കൾക്ക് ഭക്തിമയമാണ്. എന്നോട് അന്യമതത്തിൽപ്പെട്ട ഒരു സ്ത്രീ, നമ്മുടെ ചാനൽ കാണുന്നവരാണ്, അവർ കേരളത്തിന് പുറത്ത് താമസിക്കുന്നവരാണെന്ന് തോന്നുന്നു. അവരൊരിക്കൽ എന്നെ വിളിച്ചിട്ട് അവർ പറഞ്ഞു, ഞാൻ സാറിൻ്റെ ചാനലുകളൊക്കെ കാണുന്ന ആളാണ്, എല്ലാ പരിപാടികളും എനിക്കിഷ്ടമാണ്, ഞാൻ
അന്യമതത്തിൽ ജനിച്ചെങ്കിലും ഞാൻ ഇതൊക്കെ കേൾക്കാറുണ്ട്. പക്ഷേ ഞാൻ വായിക്കുകയോ കേൾക്കുകയോ ഒന്നും ചെയ്യാൻ ഇഷ്ടപ്പെടാത്ത ഒന്നുണ്ട്. ഞാൻ ചോദിച്ചു അതെന്താണ്? അത് അഷ്ടപതിയാണ്. അഷ്ടപതി ഞാൻ വായിക്കത്തില്ല, അഷ്ടപതി ആര് പറഞ്ഞാലും ഞാൻ കേൾക്കില്ല. അപ്പം ഞാൻ ചോദിച്ചു എന്താണ് അതിൻ്റെ കാരണം? അപ്പം അതുകൊണ്ട് അവർക്ക് കൃഷ്ണനോട് അത്ര മതിപ്പില്ല. അപ്പം ഞാൻ ചോദിച്ചു എന്താ കാരണം? അതോ അഷ്ടപതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്സ് അല്ലേ സാറേ? അങ്ങനെ ഭഗവാന്മാര് പരസ്യമായി ഒരു ഭഗവാൻ സെക്സ് ചെയ്യുക എന്ന് പറയുന്നത് ശരിയാണോ? അദ്ദേഹത്തിൻ്റെ പേര് ദൈവമെന്നാണോ എന്നോട് ചോദിച്ചു. മറ്റു ദൈവങ്ങളെല്ലാം അംഗീകരിക്കുന്നു, മറ്റു ദൈവങ്ങളെല്ലാം ഞാൻ അംഗീകരിക്കുന്നു, പക്ഷേ കൃഷ്ണന്റെ കാര്യത്തിൽ ഇങ്ങനെയാണ്. അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു അപ്പൊ താങ്കളുടെ അഭിപ്രായ പ്രകാരം എന്താണ്? സെക്സ് എന്ന് പറയുന്നത് പാപമാണോ? അപ്പൊ അവര് പറഞ്ഞു തീർച്ചയായിട്ടും അത് ഭഗവാൻ തന്നെ വന്ന് പരസ്യമായിട്ട് നിരവധി സ്ത്രീകളുമായിട്ട് രതിലീലകൾ നടത്തുന്നു, അതുകൊണ്ട് എനിക്ക് അഷ്ടപതി അംഗീകരിക്കാൻ പറ്റില്ല. അപ്പം ഞാൻ അവരോട് ചോദിച്ചു അല്ല ആകട്ടെ സെക്സ് പാപമാണെങ്കിൽ നിങ്ങളുടെ മാതാപിതാക്കൾ എന്തിനാണ് ആ തെറ്റ് ചെയ്തത്? അപ്പം നിങ്ങൾ അവരെ വെറുക്കുന്നു. അപ്പം നിങ്ങളുടെ മാതാപിതാക്കൾ പാപികളാണോ? ഇനി നിങ്ങൾ തന്നെ വിവാഹിതയാണെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ പാപമല്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇനി നിങ്ങൾക്ക് മക്കളുണ്ട്, ഈ മോളെ നിങ്ങൾക്ക് കെട്ടിച്ചയക്കണമെന്നും പറയുന്നു. അങ്ങനെയാണെങ്കിൽ ഇത് പാപമാണെന്ന് അറിഞ്ഞു വെച്ചുകൊണ്ട് നിങ്ങളുടെ മാതാപിതാക്കൾ തെറ്റ് ചെയ്തു, നിങ്ങൾ കല്യാണം കഴിച്ച് നിങ്ങൾ തെറ്റ് ചെയ്തു, ഇനി നിങ്ങളെ മകളെ തെറ്റ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യുന്നു? വീണ്ടും നിങ്ങൾ പ്രേരിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനാണ് നിങ്ങൾ ഇങ്ങനൊരു കർമ്മം നിങ്ങൾ ചെയ്യുന്നത്? അപ്പോൾ കാണാം അവർക്ക് മറുപടിയില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു നോക്കൂ, നിങ്ങളൊരു കാര്യം പ്രത്യേകം നിങ്ങൾ മനസ്സിലാക്കുക. പുരാണം എന്ന് പറയുന്നത് ശ്രദ്ധിച്ചോണം, ഞങ്ങളുടെ പുരാണം. അപ്പൊ അവരെന്നോട് പറഞ്ഞു, അപ്പൊ ഞാൻ പറഞ്ഞു ഇനി അതും പോകട്ടെ, ദൈവങ്ങള്, ഈ ദൈവങ്ങൾ എന്ന് പറയുന്ന ആൾക്കാരെല്ലാം എങ്ങനെയാണ് ദൈവം ജനിക്കുന്നത്? അപ്പൊ അവരെന്നോട് പറയുകയാണ് ദൈവമൊക്കെ ജനിക്കുന്നത് ദിവ്യഗർഭം വഴിയാണ് സാറേ. ഞങ്ങളുടെ ദൈവമൊക്കെ ജനിച്ചത് എങ്ങനെയാണ്? ദിവ്യഗർഭം വഴിയാണ് ഞങ്ങളുടെ മകൾ ജനിച്ചത്. അപ്പൊ ഞാൻ ചോദിച്ചു എന്താണ് ഈ ദിവ്യഗർഭം? നിങ്ങൾ പറയൂ, എന്താണ് ദിവ്യഗർഭം എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പൊ അത് ഭഗവാന്റെ അംശം വന്ന് വരുന്നത്. ഞാൻ പറഞ്ഞു നിങ്ങളുടെ ചിന്താധാരകള് തെറ്റ്. ദിവ്യഗർഭം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നമ്മൾ സീരിയലിൽ കാണുന്ന കണക്ക് ഒരു പ്രകാശം ഇങ്ങനെ വരുന്നു, വയറ്റിനകത്തേക്ക് കയറുന്നു, കൊച്ചു വളരുന്നു. അതൊക്കെ സീരിയലുകാർ കാണിക്കുന്നതാണ്. ദിവ്യഗർഭം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങേയറ്റം വിശുദ്ധിയോടുകൂടി ജന്മാന്തരങ്ങളായി ഭഗവാനെ മുലയൂട്ടാനും ഭഗവാനെ വയറ്റിൽ ചുമക്കാനും ആഗ്രഹിച്ച് തപസ് ചെയ്യുന്ന ശ്രേഷ്ഠരായ വ്യക്തികളുണ്ട്. അവര് ഭൂമിയിൽ ജന്മം കൊള്ളും. അപ്പൊ ഭഗവാന് ഭൂമിയിലേക്ക് വരണം എന്നുണ്ടെങ്കിൽ ഒരു ഉപാധി വേണം. അപ്പൊ ഭഗവാൻ അവരിലേക്ക് ബീജമായി പ്രവേശിക്കുന്നു. അങ്ങനെ നിങ്ങൾ പാപം എന്ന് പറയുന്ന ഈ സെക്സ് നടത്തി തന്നെയാണ് എൻ്റെ മതത്തിലെയും നിങ്ങളുടെ മതത്തിലെയും സകല ദൈവങ്ങളും ജനിച്ചിട്ടുള്ളതല്ലാതെ ഓം ഹ്രീം കുട്ടിയുണ്ടാകട്ടെ അല്ലെങ്കിൽ ഭഗവാൻ വരുന്നു വയറ്റിൽ കയറാൻ എന്നൊക്കെ പറഞ്ഞാൽ അതൊരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. നിങ്ങൾ മനസ്സിലാക്കുക, ശ്രീബുദ്ധൻ ഒരു മകനുണ്ട്, രാഹുലൻ. ഈ മകൻ എങ്ങനെയാ ജനിച്ചത്? സെക്സ് നടത്തിയിട്ടല്ലേ ജനിച്ചത്. അല്ലാതെ ചുമ്മാ ഇരുന്നുകൊണ്ട് ബുദ്ധൻ ജനിക്കട്ടെ കൊച്ചെന്ന് പറഞ്ഞുകൊണ്ട് കൊച്ചു ജനിച്ച. കൃഷ്ണന് രുക്മിണിയിലും മറ്റു ഭാര്യമാരിലും ഒക്കെ മക്കളുണ്ടായി. കൃഷ്ണന് രുക്മിണിയിൽ മക്കൾ ജനിച്ചത് എങ്ങനെയാണ്? വെറുതെ എങ്ങ് ജനിച്ചതാ? അല്ല. പക്ഷെ സെക്സ് എന്ന് പറയുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പാപമല്ല എന്ന് മാത്രമല്ല, അങ്ങേയറ്റം വിശുദ്ധമാണ്. അതുകൊണ്ടാണ് സഹോദരി ഞങ്ങൾ ലിംഗത്തെ ആരാധിക്കുന്നതും യോനിയെ ആരാധിക്കുന്നതും. യോനിക്ക് വരെ ക്ഷേത്രമുണ്ട്. നമ്മൾ നേപ്പാളിൽ ചെന്നാൽ മതി, കാരണം അത് പരമ പവിത്രമാണ്. നോക്കൂ സഹോദരി, ഈ പ്രപഞ്ചം സൃഷ്ടിച്ചിരിക്കുന്നത് ദൈവമാണെന്ന് നിങ്ങൾ പറയുന്നുണ്ടല്ലോ. അപ്പൊ ഈ പ്രപഞ്ചം സൃഷ്ടിച്ചിരിക്കുന്നത് ദൈവമാണെന്നുണ്ടെങ്കിൽ
ആ പ്രപഞ്ചത്തെ നിലനിർത്തേണ്ടത് നമ്മുടെ ചുമതലയല്ലേ? ഇവിടെ ആരും എന്തു ചെയ്യുന്നില്ല? സെക്സ് പാപമാണെന്ന് പറഞ്ഞ് ഒരു മനുഷ്യരും, പക്ഷികളും മൃഗങ്ങളും മനുഷ്യരും ആരും സെക്സിൽ ഏർപ്പെടുന്നില്ലെങ്കിൽ ഈ പ്രപഞ്ചം നശിച്ചില്ലേ? പ്രപഞ്ചം നശിച്ചില്ലേ? ഒരിക്കലും ഈ സെക്സ് അടിച്ചമർത്താൻ പറ്റില്ല. സെക്സ് പാപമാണെന്ന് ആര് പഠിപ്പിക്കുന്നെങ്കിലും അത് തെറ്റാണ്. നോക്കൂ, ഒരു കാര്യം വിലക്കുമ്പോഴാണ് നമുക്കതിനോട് താല്പര്യം തോന്നുന്നത്. ആദമിനോടും ഹവ്വായോടും നീ ഈ കനി മാത്രം തിന്നരുതെന്ന് പറഞ്ഞെടുത്താണ് ആദ്യത്തെ തെറ്റ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കേ, ഒരു വീട്ടിൽ 20 മുറികളുണ്ട്. അപ്പോൾ ഒരാളോട് പറയുകയാണ് 19 മുറിയിലും നീ കയറിക്കോ, 20ാമത്തതിൽ കയറരുതേ എന്ന് പറഞ്ഞാൽ പിന്നെ ഈ 19ലും കയറാൻ നിങ്ങൾക്ക് താല്പര്യം വരുമോ? വരത്തില്ല. അതെന്താ? ആ 20ാമത്തതിൽ കയറണ്ട എന്ന് പറഞ്ഞത് എന്താ? ഓടിപ്പോയി അതിനകത്ത് കയറും. അതുപോലെയാണ് ആദത്തിന്റെ ഔവയുടെ അടുത്ത് ഒന്നും മിണ്ടാതിരുന്നെങ്കിൽ കുഴപ്പമില്ല. ഒന്നും മിണ്ടാതെ ഇത് മാത്രം തിന്നരുതെന്ന് പറഞ്ഞാൽ മനുഷ്യ സഹജമായിട്ട് അത് ചെയ്തു. എന്താണോ വിലക്കുന്നത് അത് ചെയ്യാൻ മനുഷ്യന് താല്പര്യം കൂടും. അങ്ങനെ നമ്മൾ ഈ സെക്സിനെ നിങ്ങൾ കർക്കശമായി വിലക്കുന്നത് കൊണ്ടാണ് അത് ചെയ്യാൻ താല്പര്യം കൂടുകയും കുട്ടിക്കാലം തൊട്ട് ഏത് മതമായാലും അങ്ങനെ പഠിപ്പിക്കുന്നത് കൊണ്ടാണ് റേപ്പുകളും മറ്റും ഉണ്ടാകുന്നതും. എന്തിനു പറയുന്നു? മതപുരോഹിതന്മാർ പോലും മറ്റുള്ളവരുടെ മുമ്പിൽ ഇത് പാപമാണെന്ന് പറയും. എന്നിട്ടോ അല്ലാതെ അവർ തന്നെ ചെയ്യുന്ന എത്ര കഥകളാണ് പുറത്തു വരുന്നത്. അത് അന്യ സമുദായത്തിൽ മാത്രമല്ല, ഹിന്ദു സമുദായത്തിൽ പോലും കാഷായ വസ്ത്രധാരികൾ അങ്ങനെ ചെയ്യുന്നു. ഞങ്ങൾ പറഞ്ഞിരിക്കുന്നത് സെക്സ് പാപമല്ല, അത് നീ അനുഭവിക്കുക തന്നെ വേണം. ഈ പ്രപഞ്ചം നിലനിർത്താൻ നീ സന്താനങ്ങളെ ഉൽപ്പാദിപ്പിക്കണം. പക്ഷെ അത് ദിവ്യമായിരിക്കണം. ഈ വീഡിയോയിൽ ഞാനതൊക്കെ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. നല്ല ബ്രാഹ്മിൻസൊക്കെ എങ്ങനെയാ ചെയ്യുന്നത്? നിങ്ങളും ഇത് കേട്ടുകൊള്ളൂ. കൊച്ചു ജനിക്കണമെങ്കിൽ അതിരാവിലെ ഒരു 3 മണി ബ്രാഹ്മ മുഹൂർത്തത്തിൽ ഉണർന്നെഴുന്നേറ്റ് കുളിച്ച് വിളക്ക് കത്തിച്ച് ഭാര്യയും ഭർത്താവും വന്നിട്ട് പ്രാർത്ഥിക്കുകയാണ്, ഭഗവാനേ ഞങ്ങൾക്ക് സൽസന്താനമുണ്ടാകാൻ അനുഗ്രഹിക്കണേ, ഞങ്ങൾ സന്താനം ലഭിക്കുന്ന പരമപവിത്രമായ പ്രവൃത്തിയിലേക്ക് കടക്കുകയാണ്, ഞങ്ങളെ അനുഗ്രഹിക്കണേ എന്ന് പറഞ്ഞാൽ അവിടെ നിങ്ങളുടെ ഭാഷയിൽ സെക്സ് അതിന് അനുവാദം ചോദിക്കുകയാണ്. പരമപവിത്രമാണിത്. പരമപവിത്രമായ ഒന്നായിട്ടാണ് ഞങ്ങളിത് കാണുന്നത്. എന്നിട്ട് ഞങ്ങൾ പറയുന്നുണ്ട്, അങ്ങനെ നീ ഇതിനകത്ത് മുഴുകി ലൗകിക ജീവിതം നയിച്ചതിന് ശേഷം ഒരു ഘട്ടം വന്നു കഴിഞ്ഞ് നിന്റെ മക്കളെയൊക്കെ കെട്ടിച്ചയച്ചു കഴിയുമ്പോൾ ഇതിൽ നിന്നെല്ലാം മാറുക. ഞങ്ങൾ അതിന് വാനപ്രസ്ഥം എന്ന് പറയും. അപ്പോഴേക്കും നമുക്ക് ഇതിലുള്ള ആഗ്രഹങ്ങൾ തീർന്നു. അപ്പോൾ മാത്രമേ മനസ്സിനെ അടക്കാൻ പറ്റൂ. ശ്രീബുദ്ധനെ സംബന്ധിച്ചിടത്തോളം കൊട്ടാരത്തിൽ അതിസുന്ദരികളെ കണ്ട് അവരുടെ ഇടയിൽ ജീവിച്ചു യശോദയെ കല്യാണം കഴിച്ചു. സെക്സ് എന്തെന്ന് നന്നായി അനുഭവിച്ചപ്പോൾ ഇത്രയേ ഉള്ളെന്ന് മനസ്സിലായി. അത് നിങ്ങൾ പ്രത്യേകം ആലോചിക്കുക. ആരൊക്കെയാണോ ഈ സന്യാസം സ്വീകരിച്ചിട്ടുള്ളവര് അവരൊക്കെ രാജാക്കന്മാരായിരുന്നു. അത് ബുദ്ധനായാലും ശരി ജൈനനായാലും ശരി അവരെല്ലാം ഇത് മതിയാവോളം അറിഞ്ഞു വെറുപ്പ് വന്നവരാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ഇത് പാപമല്ല, പുണ്യമാണ്. ഹിന്ദുക്കളെന്നും ശൃംഗാരഭക്തി ഇഷ്ടപ്പെടുന്നു. ഗുരുവായൂർ അമ്പലനടയിലായാലും കൃഷ്ണനിരിക്കുന്ന ഏത് അമ്പലത്തിലായാലും ആ ദീപാരാധനയ്ക്ക് കഥ കടയ്ക്കുമ്പോൾ കൃഷ്ണന് ഭാഗവതം കേൾക്കണ്ട, ഇത് കേട്ടാ മതി, ഞങ്ങൾക്കും ഇത് കേട്ടാ മതി. അപ്പോൾ ശ്രീ ജയദേവ കവി പറയുന്നു, ശൃംഗാരഭക്തി വളരെ നല്ലതാണ്. ആ ശൃംഗാരഭക്തിയെക്കുറിച്ച് കേൾക്കുന്നതും ആനന്ദപ്രദം. അങ്ങനെ കേൾക്കുന്നവർക്ക് ഭഗവാൻ ശ്രീകൃഷ്ണന്റെ സർവ്വവിധ അനുഗ്രഹങ്ങളും ഉണ്ടാകും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ശ്രീ ജയദേവ കവേരിതമുദിതം രസികജനം തനു താമതിമുദിതം നാഥ ഹരേ കൃഷ്ണ സീതതി രാധാ വാസഗൃഹേ കൃഷ്ണ വാസഗൃഹേ വിപുലപുളകപാളി സ്ഥിതശീൽക്കാരമന്തർ ജനിതജഡിമകാകൂ വ്യാകുലം വ്യാഹരന്തി തവ കിതവ വിതത്തെ
മന്ദകന്ദർപ്പചിന്താ രസജലനിധിമഗ്നാ ധ്യാനലഗ്നാ മൃഗാക്ഷി. ഇനി നമുക്ക് അടുത്ത ശ്ലോകത്തിലേക്ക് കിടക്കാം. വിപുല പുളക പാളി സ്ഫീത സീൽക്കാര അന്തർജനിത ജഡിമ കാകുവ്യാകുലം വ്യാഹരന്തി തവ കിതവ വിധത്തെ മന്ദ കന്ദർപ്പ ചിന്താ രസജലനിധി മഗ്ന ധ്യാനലഗ്ന മൃഗാക്ഷി. അർത്ഥം എഴുതിക്കോളൂ. വിപുല പുളക പാളി. വിപുല പുളക പാളി. പാളി എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ അടുക്ക്, അതിര്. ഇവിടെ ഉദ്ദേശിക്കുന്നത് അതിയായ രോമാഞ്ചം, ശക്തമായ രോമാഞ്ചം. അങ്ങനെ അർത്ഥം എഴുതിക്കോ. ശക്തമായ രോമാഞ്ചം. സ്പീതം. സ്പീതം അർത്ഥം എഴുതിക്കോ. വർദ്ധിച്ച. സ്പീതം വർദ്ധിച്ച. സീൽക്കാരം. സീൽക്കാരം നമ്മുടെ സീൽക്കാരം, നമ്മുടെ പാമ്പൊക്കെ ചുറ്റുന്ന കണക്ക് സീൽക്കാരമല്ലേ, അതുപോലെ സ്ത്രീകൾ കാമകേളിയിൽ പുറപ്പെടുവിക്കുന്ന ചില ശബ്ദങ്ങൾ. അന്തർജനിത. അന്തർജനിത ഉള്ളിലുള്ള, ഉള്ളിൽ ഉള്ള. ജഡിമ. ജഡിമ മരവിപ്പ്, മരവിപ്പ്. കാകുവ്യാകുലം അർത്ഥം കാമപാരവശ്യം. കാകുവ്യാകുലം അർത്ഥം കാമപാരവശ്യം. വ്യാഹരന്തി. വ്യാഹരന്തി പുലമ്പിക്കൊണ്ട്, പുലമ്പിക്കൊണ്ട്. തവ അർത്ഥം ഹേ, നിങ്ങളുടെ. കിതവ. കിതവ ചതിയൻ, കോമ ധൂർത്തൻ. അങ്ങനെ രണ്ടർത്ഥമുണ്ട്, ചതിയൻ ധൂർത്തൻ. പിന്നെ മന്ദ. മന്ദ മന്ദബുദ്ധി. കന്ദർപ്പചിന്ത. കന്ദർപ്പചിന്ത എന്ന് പറഞ്ഞാൽ കാമചിന്ത, കാമചിന്ത. രസജലനിധി മഗ്ന അർത്ഥം മദന ചിന്തയാകുന്ന കടലിൽ മുങ്ങിയവൾ. മദന ചിന്തയാകുന്ന കടലിൽ മുങ്ങിയവൾ. അതാണ് രസജലനിധി മഗ്ന. മഗ്ന എന്ന് പറയുന്നത്. ധ്യാനലഗ്ന അർത്ഥം ധ്യാനത്തിൽ മുഴുകിയവൾ, ധ്യാനത്തിൽ മുഴുകിയവൾ. മൃഗാക്ഷി. മൃഗാക്ഷി മാൻപേടയുടേതുപോലെ കണ്ണുകളുള്ളവൾ. മാൻപേടയെപ്പോലെ മനോഹരമായ കണ്ണുകൾ ഉള്ളവൾ. അപ്പോൾ ഇതിൻ്റെ മൊത്തത്തിലുള്ള അർത്ഥം എന്താണ്? കാമവികാരമാകുന്ന സമുദ്രത്തിൽ മുങ്ങിയവളും, കാമവികാരമാകുന്ന സമുദ്രത്തിൽ മുങ്ങിയവളും ധ്യാനത്തിൽ ലയിച്ചവളും മാനിൻ്റെ കണ്ണുകളെപ്പോലെ മനോഹരമായ കണ്ണുകളുമുള്ള രാധ. ആ രാധയ്ക്ക് ദേഹമാസകലം രോമാഞ്ചം കൊള്ളുകയും ഈ രാധ ശക്തമായ സീൽക്കാര ശബ്ദം പുറപ്പെടുവിക്കുകയും രാധയുടെ ഉള്ളിലൊരു മരവിപ്പുണ്ടായിട്ട് ആ മരവിപ്പിനാലും കാമപാരവശ്യത്താലും രാധ ഇങ്ങനെ പുലമ്പുകയാണ്. ഏ ചതിയ, ഏ മന്ദബുദ്ധി, ഇങ്ങനെ പുലമ്പിക്കൊണ്ട് കൃഷ്ണ നിന്നെക്കുറിച്ചുള്ള ചിന്തയിൽ മാത്രം ജീവിക്കുന്നു. ഇവിടെ രാധാറാണിയുടെ സ്ഥിതി എന്താണെന്ന് തോഴി വിവരിക്കുകയാണ്. ഇവിടെ രാധാറാണിയുടെ സ്ഥിതി എന്താണെന്ന് തോഴി വിവരിക്കുകയാണ്. അതായത് രാധാറാണി മദന ചിന്തയാലങ്ങ് പരവശയാണെന്നാണ് പറയുന്നത്. മദന ചിന്തയാൽ പരവശയാണ്. എങ്ങനെയാണ് ഈ മദന ചിന്ത ഉണ്ടായത് രാധാറാണിക്ക്? മദന ചിന്ത എങ്ങനെയാണ് ഉണ്ടായതെന്ന് നിനക്കറിയുമോ കൃഷ്ണ എന്ന് തോഴി കൃഷ്ണനോട് പറയുകയാണ്. ഏ കൃഷ്ണ, രാധാറാണിയുടെ മനസ്സ് നിറയെ മദന ചിന്തയാണ്. ഈ മദന ചിന്ത എങ്ങനെ ഉണ്ടായി എന്ന് കൃഷ്ണ നിനക്കറിയാമോ? നികുഞ്ചത്തിൽ പണ്ടെത്തിയിരുന്ന രാധയെ നീ ശൃംഗാര രസത്തിൻ്റെ പരകോടിയിൽ മുമ്പെത്തിക്കുമായിരുന്നല്ലോ. നിങ്ങൾ ഇണങ്ങിയിരിക്കുന്ന സമയത്ത് രാധാറാണി നികുഞ്ചത്തിൽ പതുങ്ങി പതുങ്ങി മറ്റാരും കാണാതെ എത്തും. അതിനെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. കൃഷ്ണ, നീ രാധാറാണിയെ ആലിംഗനം ചെയ്യുന്നതും
ഉമ്മ കൊണ്ട് മൂടുന്നതും അധരം പാനം ചെയ്യുന്നതും തടിച്ച മാറിടം തലോടുന്നതും രാധാറാണി ഇങ്ങനെ മനസ്സിൽ കാണും. അതോടുകൂടി രാധാറാണിക്ക് രോമാഞ്ചമുണ്ടാകും. ആ രോമാഞ്ച സമുദ്രത്തിൽ മുഴുകും. സീൽക്കാര ശബ്ദം പുറപ്പെടുവിക്കും. മാനിൻ്റെ കണ്ണുകളെപ്പോലെ എപ്പോഴും ചലിക്കുന്ന കണ്ണുകളുള്ള രാധ, ആ രാധയ്ക്ക് കൃഷ്ണ നിന്നെ കിട്ടാത്തത് കൊണ്ട് രാധയുടെ ഉള്ളിൽ ഒരു മരവിപ്പുണ്ടാകുന്നു. അതായത് കാമുകനെ തൻ്റെ ഇഷ്ടത്തിന് കിട്ടാതെ വരുമ്പോൾ ഏത് പെൺകുട്ടിക്കും ബുദ്ധി മരവിച്ചു പോകും. അപ്പം ആ മരവിപ്പിനോടൊപ്പം കാമചിന്തയും കൂടെ ചേർന്ന് കഴിയുമ്പോൾ ശൃംഗാരം കലർന്ന കോപം ഉണ്ടാകും. കോപം പലതരത്തിലുണ്ട്. നമുക്ക് ദേഷ്യം കൊണ്ടും കോപം ഉണ്ടാകും, ശൃംഗാരം കൊണ്ടും നമ്മൾ കോപം ഉണ്ടാകും. അപ്പം നമ്മളിപ്പോൾ കാമകേളികളിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ നഗക്ഷതങ്ങളോ അങ്ങനെയൊക്കെ ഏൽപ്പിക്കുമ്പോൾ സ്ത്രീക്ക് ഉടനെ കോപം ഉണ്ടാകും. അത് യഥാർത്ഥ കോപം അല്ല, അപ്പൂ അവിടുന്ന് എന്നൊക്കെ പറഞ്ഞ് ശൃംഗാരം കൊണ്ടുള്ള കോപമാണ്. അപ്പോൾ ഇവിടെ രാധാറാണിക്കുള്ളത് യഥാർത്ഥ കോപമല്ല, പിന്നെയോ ശൃംഗാരം കൊണ്ടുണ്ടാകുന്ന കോപമാണ്. ആ കോപം വന്നു കഴിയുമ്പോൾ ഉടനെ നിന്നെ വിളിക്കുന്നത് എന്താണെന്നറിയാവോ കൃഷ്ണ? ചതിയ, മന്ദബുദ്ധി, നീ ചതിയനാണ്, നീ ചതിയനാണ്. എൻ്റെ മനസ്സും ശരീരവും കവർന്നെടുത്തിട്ട് ഇപ്പം നിനക്കെന്നെ വേണ്ട ഇല്ലേ? പിന്നെ മന്ദബുദ്ധി. എന്തുകൊണ്ടാണ് രാധകൃഷ്ണനെ മന്ദബുദ്ധി എന്ന് വിളിക്കുന്നത്? രാധാറാണി കൃഷ്ണൻ്റെ ഒരു ആഗമനത്തിന് വേണ്ടി, കൃഷ്ണൻ വരുന്നതിന് വേണ്ടി ഇങ്ങനെ കാത്തിരിക്കുകയാണ്. അത് മനസ്സിലാക്കാതെ താൻ വഴക്ക് പറയുമോ എന്ന് വിചാരിച്ച് അവിടെ ഇരിക്കുന്ന നിന്നെ മന്ദബുദ്ധി എന്നല്ലാതെ പിന്നെ എന്തുവാ കൃഷ്ണ വിളിക്കേണ്ടത്? ഇതാണ് തോഴി പറയുന്നത്. തോഴി പറയുകയാണ്, രാധയുടെ ഹൃദയത്തിൽ നിന്നെ കിട്ടാത്തത് കൊണ്ടൊരു മരവിപ്പ് വന്നു. മരവിപ്പ് വരുമ്പം ബുദ്ധി മരവിക്കും. അതിൻ്റെ കൂടെ കാമചിന്തയും കൂടെ വന്നു. അപ്പം എന്തു ചെയ്യുന്നു? ശൃംഗാരം കലർന്ന കോപം ഉണ്ടാകുന്നു. ആ കോപം ഉണ്ടായിട്ട് രാധാറാണി വിളിക്കുകയാണ്, ചതിയ കൃഷ്ണ, നീ ചതിയനാണ്, നീ മന്ദബുദ്ധിയാണ്, നീ എന്നെ ചതിക്കുകയാണ്, വരാമെന്ന് പറഞ്ഞ് പറ്റിക്കുന്ന ചതിയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതോടൊപ്പം മുമ്പ് എൻ്റെ മനസ്സും ശരീരവും ഒക്കെ എടുത്തിട്ട് ഇപ്പം ഞാനത് തരാൻ തയ്യാറായിട്ട് വരാതിരിക്കുന്നത് കൊണ്ടും ചതിയൻ. ഇനി മന്ദബുദ്ധി എന്ന് വിളിക്കുന്നത് ഇതുകൊണ്ടാണ്, ഞാൻ എൻ്റെ ശരീരവും മനസ്സും എല്ലാം തരാൻ തയ്യാറായിട്ടിരിക്കുമ്പം നീ അവിടെ ഇരുന്നു കൊണ്ട് വിചാരിക്കുകയാണ് ഞാൻ കോപിക്കുമെന്ന്. അതുകൊണ്ട് നീ മന്ദബുദ്ധിയാണ്. അതുകൊണ്ട് കൃഷ്ണ നീ വേഗം ചെല്ലൂ. നീ സംശയിക്കുന്നത് പോലെ രാധയ്ക്ക് നിന്നോട് ഒരു പരിഭവവുമില്ല. നീ ചെന്നാൽ ഒരിക്കലും രാധ കോപിക്കില്ല. അങ്ങനെ കോപിക്കുമെന്നറിഞ്ഞിട്ടാണ് നീ പോകാതിരിക്കുന്നതെന്ന് എനിക്കറിയാം. ഇവിടെ വൃത്തം മാലിനിയാണ്, അലങ്കാരം രസവത്താണ്. അപ്പൊ ഈ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്താണ്? ഈ ശ്ലോകത്തിനകത്ത് പറഞ്ഞിരിക്കുന്നത് രാധാറാണിയുടെ ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. രാധാറാണി കൃഷ്ണനുമായുള്ള പഴയ രാസലീലകളൊക്കെ ഓർമ്മിച്ചപ്പോൾ ശരീരം മുഴുവനും രോമാഞ്ചം കൊള്ളുകയും കൃഷ്ണനെ കിട്ടണമെന്ന് ആഗ്രഹിക്കുകയും പക്ഷേ കിട്ടാതെ വന്നതുകൊണ്ട് ഒരു മരവിപ്പുണ്ടാവുകയും കാമചിന്ത വരികയും ആ കാമചിന്തയിൽ കോപമുണ്ടായി. അത് ശൃംഗാരം കലർന്ന കോപമാണ്. എന്നിട്ട് കൃഷ്ണനെ എന്ത് ചെയ്യുന്നു? മന്ദബുദ്ധി എന്ന് വിളിക്കുന്നു, ചതിയ എന്ന് വിളിക്കുന്നു. അത് യഥാർത്ഥ ചതിയനായതുകൊണ്ടല്ല, സ്നേഹം കൊണ്ടാണ്. അതുകൊണ്ട് കൃഷ്ണ നീ ചെല്ലൂ, നീ വേഗം ചെല്ലൂ കൃഷ്ണ, നീ വേഗം ചെല്ലൂ കൃഷ്ണ. നിന്റെ രാധ കാത്തിരിക്കുകയാണ് കൃഷ്ണ. ഗോവിന്ദരാധ കാത്തിരിക്കുകയാണ് കൃഷ്ണ. ഗോവിന്ദരാധ കാത്തിരിക്കുകയാണ് കൃഷ്ണ. ഗോവിന്ദരാധ കാത്തിരിക്കുന്നു, ഗോവിന്ദരാധ കാത്തിരിക്കുന്നു, കണ്ണന്റെ രാധ കാത്തിരിക്കുന്നു. വേഗം ചെല്ലൂ, വേഗം ചെല്ലൂ. രാധാറാണിയെ വാരിപ്പുണരൂ, ചുംബനങ്ങൾ കൊണ്ട് മൂടൂ. കേളി കുഞ്ചത്തിൽ
താളത്തിലേക്ക് പോകൂ, ശൃംഗാരത്തിൻ്റെ ഉത്തുംഗതയിലെത്തിക്കൂ. അത് വായിച്ച്, ആ ശൃംഗാരം വായിച്ച് ഞങ്ങൾ ഭക്തിയുടെ ഉന്നത ശ്രേണിയിലെത്തട്ടെ, ഉന്നത ശ്രേണിയിലെത്തട്ടെ. കൃഷ്ണ കൃഷ്ണ, വേഗം രാധയുടെ അടുക്കലേക്ക് ചെല്ലൂ. കൃഷ്ണ രാധേ രാധേ, ഓ രാധേ രാധേ, 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 രാധേ രാധേ, ഓ രാധേ രാധേ. ഓം ശ്രീം ഹ്രീം ക്ലീം ഐം രാം രാസേശ്വരി രാധികായേ സ്വാഹ. श्रीजयतेव कविरितमुदितं रसिकजनं तनु तामदिमुदितं नाथ हरे कृष्णा सीतति राधा वासगृहे कृष्णा वासगृहे. विपुलपुलगपाळि स्थितशील्कारमन्दर् जनितजडिमगागु व्याकुलं व्याहरन्ति तव किदव विदत्ते मन्दकन्दर्पचिन्ता रसजलनिधिमग्ना ध्यानलग्ना मृगाक्षी.